ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തൊക്കെ സംഭവിക്കുന്നെന്ന് നോക്കാം. ഡയമണ്ട് മണിയാണ് ചോദ്യം ചെയ്തത്. അതെ, ഡയമണ്ട് മണി ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാനല്ല ഡി മണി, ശബരിമലയിൽ അങ്ങനെ സ്വർണം പോയോ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ടോണ്. പക്ഷെ അത് എനിക്ക് കേരളമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല. എന്തായാലും ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന പരാതിയിൽ ഡി മണിയുടെ പങ്കിനെ കുറിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് SIT. ഡി മണി എന്ന ബാലമുരുകനെ പ്രവാസി വ്യവസായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിലവിൽ ചോദ്യം ചെയ്യലിൽ ഇയാൾ കാര്യങ്ങൾ നിഷേധിക്കുന്നത് ബോധപൂർവം ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് SITയുടെ വിലയിരുത്തൽ. ജനുവരി 4-ാം തീയതിയോ 5-ാം തീയതിയോ ചോദ്യം ചെയ്യൽ തുടർന്നേക്കുമെന്ന വിവരങ്ങൾ കൂടി ഘട്ടത്തിൽ ലഭ്യമാകുന്നു. സഫ്വാൻ VP അതിന്റെ വിശദാംശങ്ങൾ നൽകും. സഫ്വാൻ, നിലവിൽ ഡി മണിയെ ഇന്നലെ കുറേയധികം നേരം ചോദ്യം ചെയ്തിരുന്നു. കാര്യമായ തുമ്പൊന്നും SITക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണോ നിലവിൽ കാര്യമായി സഹകരിക്കുന്നില്ല SITയോടെന്ന സംശയം ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ചോദ്യം ചെയ്യേണ്ടതായുണ്ട്. ഒപ്പം ഇദ്ദേഹത്തെ പൂർണ്ണമായും വരുതിയിൽ കൊണ്ടുവരാൻ മറ്റു വശങ്ങളിലൂടെ ചില നീക്കങ്ങൾ SIT നടത്തുകയും ചെയ്യുന്നുണ്ട്. ഡി മണിയെ കേന്ദ്രീകരിച്ച് മാത്രമാണോ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ പുരോഗതി, അതോ മറ്റു വഴികളിലൂടെയൊക്കെ അന്വേഷണം ഒരേ സമയം നടക്കുന്നുണ്ടോ? സൈഫുദ്ദീൻ, ഡി മണിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സൈഫും ജിൽസിയും ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഈ കടത്തുമായി ബന്ധപ്പെട്ട് കേട്ടറിവ് മാത്രമാണെന്നുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആദ്യം SITക്ക് മുന്നിൽ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളോട് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇന്നലെ ചെന്നൈയിൽ വെച്ച് ഇന്നലെ SIT സംഘം തമിഴ്നാട് എത്തിയാണ്. തമിഴ്നാട് പോലീസിന്റെ സഹകരണത്തോടെയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തീകരിച്ചത്. ഇതിനുശേഷം ഈ അന്വേഷണം ഏതായാലും വ്യാപിപ്പിക്കാനും ചോദ്യം ചെയ്യൽ തുടരാനും തന്നെയാണ് SITയുടെ തീരുമാനം. ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് വരുത്തി ഈ ജനുവരി 5-നും 4-നോ 5-നോ ഇവിടെ വെച്ച് ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഇദ്ദേഹം ഏതായാലും ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ട്, ആളെന്തോ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നൊക്കെ തരത്തിലുള്ള മറുപടിയായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം ഈ പ്രവാസി വ്യവസായിയായ രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രവാസി വ്യവസായി ആയ ആൾ ഇദ്ദേഹത്തെ ഡി മണിയിലേക്കുള്ള ഹിന്റായി നൽകിയത് കുറച്ച് ഫോൺ നമ്പറുകളും ഈ ഫോൺ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം പറയുന്നത് തന്റെ പേരിലുള്ള നമ്പർ ഉപയോഗിച്ച് മറ്റൊരു ബാലമുരുകൻ ഈ ഒരു ഫോൺ നമ്പർ ദുരുപയോഗം ചെയ്താണ്, അങ്ങനെയാണ് താൻ ഈ ഒരു കേസിന്റെ ഭാഗമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് താൻ എന്തെങ്കിലോ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടോ പ്രവർത്തിക്കുന്ന ആളല്ല, താനൊരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണമാണ് SITക്ക് മൊഴി നൽകുമ്പോഴും പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും വളരെ നിഷ്കളങ്കമായി അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മൊഴി ഏതായാലും SIT പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ ഈ പ്രവാസി വ്യവസായി ഏതായാലും ഈ ഡി മണിയെ തിരിച്ചറിഞ്ഞു എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് SIT വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാനും ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ ഈ ഡി മണിയെ കണ്ടെത്തിയതിന് പിന്നാലെ സമാന്തരമായി ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഈ ഡി മണിയെ കണ്ടെത്തിയ അന്ന് തന്നെ ഈ കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിലിലെത്തി SIT തലവൻ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിർണായക നീക്കം SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഇതൊരു കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന അന്വേഷണമാണ്. അതിൽ ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണം, വിഗ്രഹക്കടത്ത് പോലുള്ള ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് SITയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അന്വേഷിക്കുക എന്നുള്ളത് അവരുടെ ഒരു ബാധ്യതയായിട്ടാണ് അവർ കാണുന്നത്. കാരണം ഇതിൻ്റെ കേവല ഒരു സ്വർണ്ണമോഷണം എന്നതിനപ്പുറത്തേക്ക് വലിയ മാനങ്ങൾ ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി വ്യവസായിയുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയിൽ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും അന്വേഷിച്ച് അതിലൊരു
അതിലൊരു വ്യക്തത വരുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏതായാലും പ്രവാസി വ്യവസായി കണ്ടെത്തിയ ഡി മണിയെ SIT കണ്ടെത്തുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചോദ്യം ചെയ്യലൊക്കെ നടത്തുന്നു. ഇനി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ തന്നെയായിരിക്കും ഇന്നും ഉണ്ടാവുക. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യാനും SIT തീരുമാനിച്ചു. മോഷണം എന്നതിന്